ആരാ പറഞ്ഞത് ഫേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, വൈൽഡ് കാർഡ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അത് ഫേക്ക് ആണെന്ന് അത് പ്രണയം ആരാ പറഞ്ഞത്? ഞാന് ബിഗ് ബോസിൽ നിന്ന് ഇപ്പോ എവിക്റ്റ് ആയിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ ഗെയിം ആസ്വദിച്ച് വരികയായിരുന്നു. അതിപ്പോ എങ്ങനെയാണ് ഇതിപ്പോ സംഭവിച്ചതെന്നൊക്കെ എനിക്ക് വീട്ടിൽ വന്നിട്ട് വന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത്ര നേരം കുറെ കാത്തിരുന്നു അല്ലെ? ഓക്കെ. അപ്പൊ ഈ പെട്ടെന്നുള്ള പുറത്താക്കൽ ചേട്ടൻ പ്രതീക്ഷിച്ചിരുന്നോ? ഞാന് പെട്ടെന്നുള്ള പുറത്താക്കൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല ഗെയിമർ ആയിരുന്നു എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. അതാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. അപ്പൊ എനിക്കറിയില്ല അതെന്താ സംഭവിച്ചത്. എനിക്ക് വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അറിയുന്നില്ല. അതായത് നോക്കാം. എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമില് ബിഗ് ബോസ് എനിക്ക് നല്ലൊരു അവസരമാണ് തന്നത്. തൃശ്ശൂര് പൂവനത്ത് ഒരു ചെറിയ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അമ്പലങ്ങളും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് നടക്കുന്ന ഞാൻ എന്നെ കുറിച്ച് ബിഗ് ബോസിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിങ്ങൾ എല്ലാവരും എന്നെ തേടി വരികയുണ്ടായില്ലേ, അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോ നിങ്ങൾ എല്ലാവരും എന്നെ തേടി എന്നോടുള്ള ഇഷ്ടം കാണിക്കുന്നില്ലേ, ഇത് തന്നെയാണ് എന്റെ ബലം. അപ്പോ നിങ്ങൾ എന്താണ് പറയുന്നത്? അതായത് എന്താണ് നിങ്ങളുടെ എനർജറ്റിക് ആയ ചേട്ടനല്ല പുറത്താവേണ്ടതെന്നാണ് പുറത്തുള്ള പ്രേക്ഷകർ പറയുന്നത്. കാരണം വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ അവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്താ അങ്ങനെ ഞാൻ എന്താ അറിയോ, ഞാൻ എന്റെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഞാനാണ്. ബേസിക് നേച്ചർ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വായ തോരാതെ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ പറഞ്ഞു കളിച്ച ഒരാളാണ്. ഞാൻ അല്ലാതെ പറയാതെ കളിച്ച ഒരാളല്ല. ഞാൻ വളരെയധികം പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ എന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും സോഫിട്ട് നിന്ന് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. പക്ഷെ അവിടെ ഉള്ളപ്പോ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് വന്നപ്പോ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ? നമുക്ക് എല്ലാത്തിലും കയറി ഇടപെടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ താൻ വീണ് കഴിഞ്ഞാൽ ഞാൻ തന്റെ അടുത്തേക്ക് വരികയായി, എന്നിട്ട് തന്നെ സഹായിക്കുകയായി. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ നമ്മളൊരു ഗെയിം കളിക്കാനാണ് പോയത്. അപ്പൊ ആ ഗെയിം എങ്ങനെ കളിക്കണം എന്ന് എന്നെക്കാളും കൂടുതൽ മീഡിയക്കാരായി നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാവോ അല്ലേ? അത് മാസ്ക് ഊര്, കൊറോണ ഒന്നും ഇല്ലേ? അപ്പൊ ഓക്കെ, മാസ്ക് ഒക്കെ ഊര്. അപ്പോ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാവും നിങ്ങൾ അല്ലെ? അത് എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു ഐറ്റം തന്നെയാണ് അവിടെ എന്തെങ്കിലും ചെറിയ കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കണ്ടന്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് വേണ്ടി കളിച്ച ഒരാളാണ് ഞാൻ. പ്രേക്ഷകരെ മനസ്സിൽ കണ്ടുകൊണ്ട് കളിച്ച ഒരാളാണ് ഞാൻ. എന്റെ കളികൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളെയാണല്ലോ ബേസിക്കലി ബിഗ് ബോസിൽ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ടോക്സിക് ആകാൻ ശ്രമിക്കുകയാണ്. ഞാൻ അങ്ങനെ ടോക്സിക് ആകാൻ ശ്രമിച്ചതല്ല. അവിടുത്തെ ഇപ്പൊ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല ഇതിന്റെ ഉള്ളിലൊരു സ്കീമിൽ. കാരണം നമ്മളിപ്പോ ഇപ്പൊ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വന്ന ഓരോരുത്തരും എനിക്ക് മുഖപരിചയം എത്ര കാലം കഴിഞ്ഞാലും എനിക്കുണ്ടാവും. പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തിൽ ആരാണ് ഇരുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ മൈൻഡ് അത്രയും ഗെയിമിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ബ്രെയിൻ ഫ്രീ ആണ്. ഇപ്പൊ ഇയാളെ കണ്ടു കഴിഞ്ഞാലും എത്ര കാലം, ഒരു കൊല്ലം കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഓർമ്മ വരും. പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ജയിക്കാൻ വേണ്ടി പോയവനാണ് ഞാൻ. 6ാം തമ്പുരാനാവാൻ വേണ്ടി പോയവനാണ് ഞാൻ. ഞാനാണ് 1ാം തമ്പുരാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. എന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കും. ചേട്ടന്റെ പ്രസ്താവനകൾ തെറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? പ്രസ്ഥാനങ്ങൾ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അതൊക്കെ നമ്മൾ ഞാൻ പറയുന്നത് അങ്ങനെ തുറന്നു പറയാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടല്ലോ. അത് കാരണമാണല്ലോ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് വന്നത് അല്ലെ? അപ്പോ എനിക്ക് കുറെ കാര്യങ്ങളിൽ അറിയാമല്ലോ. എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നല്ല കാര്യങ്ങൾ. ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്ക് ബിഗ് ബോസ് തന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ്. എന്നെ പോലത്തെ സാധാരണക്കാരൻ ഈ മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗിലൂടെയാണ്, ആ ടാഗ് കാരണം മാത്രമാണ് എന്നെ പോലുള്ള സാധാരണക്കാരന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത്. അതെനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്റെ ബ്രെയിൻ ഞാൻ പോലും അറിയാതെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ അതിന്റെ ഉള്ളിൽ നടന്ന ചില അതൊക്കെ ഗെയിമാണ്. അത് ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നു എന്റെ ചേട്ടന്മാരെ. ഇപ്പൊ ഗെയിം കാര്യങ്ങളൊന്നുമില്ല. കുറെ കാര്യങ്ങളിൽ ചെറിയ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണം. ഓരോ പ്രേക്ഷകരും വേണം. പക്ഷെ എനിക്കിപ്പോ ഞാൻ എന്റെ ചേട്ടൻ, എന്റെ വൈഫ് അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ പ്രേക്ഷകനും ഇപ്പോ എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി.
എന്നെ നെഞ്ചിലെത്തി തുടങ്ങി. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാരൊക്കെ എന്റെ ഫോൺ വിളിച്ചിട്ട് മോനെ ഔട്ടായി പോയടാ മോനെ എന്നൊക്കെ കരയുമ്പോ അതല്ലേ ഏറ്റവും വലിയൊരു അവാർഡ്. അല്ലാതെ വേറെ ഒന്നല്ലല്ലോ. നിങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ ഇഷ്ടം, അത് ഒരു 5 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഇതിൽ പരം രതീഷ് കുമാറിന് വേറെ ഒന്നുമില്ല. രതീഷ് കുമാർ ഹാപ്പിയാണ്, അതാണ്. ഓക്കെ, നമ്മള് അനുകരിക്കാൻ നോക്കിയതല്ല. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ്. നിങ്ങളിത് കണ്ടു. അനുകരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇയാള് എടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടു, ഇയാളുടെ റിയാക്ഷൻ ഉണ്ടാവില്ലേ? ഇയാളിപ്പോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ പറയാണ്, ഇയാളെ ഈ താടി വെച്ച എന്താ പേരെന്താ പറഞ്ഞോ? വൈശാഖ്. ഈ വൈശാഖിനെ താൻ അനുകരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ എന്താവും? അതായത് എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടാൻ എനിക്കറിയാം, തന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് തിരിച്ചു ദേഷ്യപ്പെടാൻ അറിയാം. അതിൽ വൈശാഖ് മുമ്പേ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് എപ്പോഴും വൈശാഖിനെ അനുകരിക്കാന്ന് പറയാൻ പറ്റൂ? അതാണ് അവിടുത്തെ രീതി. ഞാൻ ഒരാളെയും അനുകരിച്ചിട്ടില്ല. പക്ഷെ ആൾക്കാർ പറയട്ടെ, എനിക്കത് വിഷയമേ അല്ല. കാരണം വെച്ചാൽ അത് അവരുടെ അഭിപ്രായം. നമ്മൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ കൂടുതലായിട്ട് പറയുന്നത് സ്ത്രീകളോട് കൂടുതൽ കയർത്ത് സംസാരിക്കുന്നു, അടിപൊളി ഉണ്ടാക്കുന്നു. ഞാൻ എല്ലാവരോടും നടന്ന് ചൊറിയാൻ പോയിട്ടുണ്ട്. ഞാനുള്ള കാര്യം പറയാലോ, സ്ത്രീകളെന്നല്ല ആണുങ്ങളായാലും സകല ആൾക്കാരോടും എന്റെ ബേസിക് ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ്. എന്റെ ബേസിക് ജീവിതത്തിൽ ഇല്ലാത്ത ചൊറിയലാണ്. ജീവിതത്തിൽ ഞാൻ എല്ലാവരോടും കയറി ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പരിചയക്കാരും ഉണ്ടാവില്ല, കൂട്ടുകാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയല്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഫേക്ക് ആണോ, ഫേക്ക് കളിയാണോ കളിച്ചത്, അതുമല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒരു എന്തെങ്കിലും മോഷണം നടത്തിയ ഒരാൾ, അയാള് ജയിൽ ശിക്ഷ അനുഭവിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ബിഗ് ബോസിൽ പോയിട്ട് അയാൾ അവിടെ കക്കുന്നില്ല. അപ്പൊ വൈശാഖന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഡോ താൻ കക്കുന്ന ആളല്ലേ, തനിക്ക് കത്തോടോ, താൻ എന്താ കക്കാത്തത്? താൻ കക്ക്, അങ്ങനെ പറ്റില്ലോ, താൻ കക്ക് എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അയാൾക്ക് നന്നാവാനുള്ള അവസരം കൊടുക്കണം. അതേപോലെ തന്നെ ചിരിക്കട്ടെ. ഇയാളുടെ പേരെന്താ പറഞ്ഞു? ജിമ്മി ഭയങ്കര ചിരിയാണ്. അപ്പൊ ഇയാളുടെ പേരെന്ന് പറഞ്ഞു സീനൻ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ സ്വഭാവം, എന്റെ ബേസ് വർത്തമാനാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ നിന്നിട്ട് നിങ്ങൾ പറയണ ഒരു 2 മണിക്കൂർ എന്നോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എന്റെ മക്കളും എന്റെ മോളും അവരൊക്കെ ഇവിടെ കാത്തിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്താ സംഭവിച്ചത്, എന്റെ ബേസ് സംസാരമാണ്. ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ്. എനിക്ക് വേണമെങ്കിൽ അവിടെ പറയാതെ കളിക്കാമായിരുന്നു. നിങ്ങളോടെല്ലാവരും അതാണ് ഫേക്ക്. ഞാൻ പറഞ്ഞു കളിച്ചു. ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു. അത് എന്റെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചവനാ ഞാൻ. അത് ഒരാളെ അനുകരിക്കണതല്ല. എനിക്ക് മുമ്പുള്ള സീസണുകളിൽ അവരൊറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പാടില്ല എന്നില്ലല്ലോ. ഉണ്ടോ വൈശാഖ്? ദയവ് ചെയ്ത് പറയണം, എന്നെ കൊല്ലരുതേ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എല്ലാരും നല്ല ഗെയിമേഴ്സ് ആണ്. ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോ വിചാരിച്ചത് 19 പേരുണ്ടെങ്കിൽ അതിൽ 18 പേരും എന്നെക്കാളും വളരെ കഴിവുള്ള ഒരാളാണ് ജിമ്മി. എന്നെക്കാളും വളരെ കഴിവുള്ള ഒരാളാണ്. അവരെ തരണം ചെയ്ത് എനിക്ക് എങ്ങനെയും നിൽക്കണം. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, എന്റെ ചേട്ടൻ എന്നെ സല്യൂട്ട് അടിച്ചു, എന്റെ 2 ചേട്ടന്മാരെ എന്നെ സല്യൂട്ട് അടിച്ചു. എടാ നീ ഭയങ്കര ബുദ്ധിമാനാണല്ലേ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബുദ്ധിയൊക്കെ എവിടുന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ തരണം ചെയ്ത് എങ്ങനെയും നിൽക്കണം എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് പ്രയോഗിച്ചത്. എന്നെക്കാളും എത്രയോ മടങ്ങ് കഴിവുള്ള. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കണം, ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കഴിവില്ലാത്ത ആൾക്കാരൊന്നും എത്തിപ്പെടില്ല. പിന്നെ എന്റെ എവിക്ഷൻ ശരിയാണ്, ഞാൻ നന്നായി ഗെയിം കളിച്ച ഒരാളാണ്. പക്ഷെ അതറിയില്ല. ബിഗ് ബോസ് മാറ്റിപ്പിടിക്കലാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, എന്തും സംഭവിക്കാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഫ്ലൈറ്റിൽ കയറാത്ത എന്നെ ബിഗ് ബോസ് ഫ്ലൈറ്റിൽ കയറ്റി വിടും. മനസ്സിലായില്ലേ? ഇന്നേ വരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഞാൻ പോകുമ്പോൾ ഇതിന്റെ ഉള്ളിൽ വഴി ചോദിച്ചു പോകില്ലേ, അതേപോലെ ഞാൻ പോയിട്ടായിരുന്നു. എന്തിനാണ് നമ്മൾ നുണ പറയുന്നത്? നമ്മള് ഫ്ലൈറ്റിൽ കയറാത്ത തന്നെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിന്റെ ചെലവില് ബിഗ് ബോസ് തന്നെ ഫ്ലൈറ്റിൽ കയറ്റി വളരെയധികം നല്ല രീതിയിലാണ്. ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ എവിക്റ്റായി. എന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഞാൻ സംസാരിക്കുമ്പോ ഒരു തരി കോൺഫിഡൻസ് എന്നിൽ നിന്ന് കുറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. സിഡാ കണ്ടോ? ഇല്ല. അപ്പൊ അതാണ് സംഭവം. തന്റെ പേരെന്താ പറഞ്ഞു? നന്ദു. ഓക്കെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് എന്തും കിട്ടുന്നത് ബോണസ് ആണ്. കപ്പടിക്കാൻ പോയവന് തന്നെയാണ്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് അങ്ങനെ സംഭവിച്ചു. ഒരു വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും അറിയില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നോ? എനിക്ക് അതൊന്നും അറിയില്ല. വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു അവസരം നന്നായി യൂസ് ചെയ്തു. ഇനിയും എനിക്ക് വല്ല അവസരങ്ങൾ കിട്ടി കഴിഞ്ഞാൽ ഞാൻ നന്നായി യൂസ് ചെയ്യും. കളി മാറ്റി പിടിക്കലിന്റെ എക്സ്ട്രീം ഇടും ഞാൻ തന്നെ പറഞ്ഞു കളിക്കണതിന്റെ ഭാഗമായിട്ട് ഞാനും ജിൻഡോ കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്, ഈ ആഴ്ച ഞാൻ ഹ്യൂമർ ട്രാക്ക് പിടിക്കാനുള്ള പരിപാടിയായിരുന്നു.
പ്രേക്ഷകരെ മൊത്തം പോക്കറ്റിലാക്കി എന്നെ ഹൃദയത്തിൽ ഏൽക്കുന്ന തരത്തിലുള്ള കളികൾ കളിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നു. ജിൻഡോന് ഞാനും കൂടിയിട്ട് ഒരു കളി കളിക്കാനുള്ള പരിപാടിയായിരുന്നു. അത് കുറെ സിനിമകളിലെ ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അത് കാണാം, പക്ഷെ അത് എൻജോയബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. കാരണം ജിൻഡോ എനിക്ക് അത്രയും നല്ലൊരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. ജിൻഡോ എന്റെ കൂടെ നിൽക്കുന്ന ഞാൻ പോകുന്നപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ജിൻഡോ ആണ്. പക്ഷെ ഞാൻ അവിടെ ഓരോ കണ്ടസ്റ്റന്റിനും അത് ടെലികാസ്റ്റിംഗ് വന്നോന്ന് എനിക്കറിയില്ല. ഞാനൊരു ഗെയിമറാണ്. ഞാൻ ഗെയിം ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ്. 19 പേരും എനിക്ക് എതിരാളികളാണ്. താനിപ്പോ ഗെയിം കളിക്കുന്നത് മോശമായി പോയാൽ ഞാൻ അവിടെ ചെന്നിട്ട് താൻ ഗെയിം കളിക്കുന്നത് മോശമാണ്, താൻ നന്നാവും പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു. എന്തുകൊണ്ട്? എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് താൻ എന്റെ തലയിൽ കയറി ഇറങ്ങണം. അപ്പോഴാണ് എനിക്ക് തന്നെ വെട്ടി വീഴ്ത്താൻ പറ്റുള്ളൂ. ആ ഗെയിം സ്ട്രാറ്റജി ഇതുവരെ ആരെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഉണ്ടോ ഉണ്ടോ ഇയാള്? അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫൈറ്റ് ചെയ്ത് ഒരു വേറെ തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. പാളിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാളിപ്പോയെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എന്റെ മുമ്പിൽ വരില്ലായിരുന്നു അല്ലെ? അപ്പൊ പാളിപ്പോയി എന്ന് വിചാരിക്കുന്നില്ല. ഇനി എന്റെ ചേട്ടന്മാര് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചു. ഒരാഴ്ച കൊണ്ട് ഞാൻ ഗെയിം അതായത് ഞാൻ അവിടെ കടന്ന അന്ന് മുതൽ ഗെയിം കളിക്കാൻ തുടങ്ങിയിരുന്നു. സാധാരണ ആൾക്കാര് 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ ആൾക്കാരെ പഠിച്ചിട്ട് ഗെയിം കളിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ ഒരു PR അങ്ങനെയൊന്നും ഒരാളെ ഏൽപ്പിക്കാതെ ചെന്നിട്ടുള്ള എന്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ അങ്ങനെയൊന്നുമല്ല. ജനങ്ങൾക്ക് വേണമെങ്കിൽ മതി, ജനങ്ങൾക്ക് എന്നെ വേണ്ട. അപ്പൊ ഞാൻ ഔട്ടായി. ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ. സാധാരണക്കാരൻ എനിക്ക് എന്ത് പ്ലാനിങ്ങും, ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് 10 വർഷം മുമ്പ് ചെയ്തതാണ് പ്രോഗ്രാംസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് എന്റെ ജീവിതം വേണോ, പ്രോഗ്രാം വേണോ മുന്നോട്ട് നീങ്ങാൻ. അപ്പൊ ഞാൻ എന്റെ അതാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് വൈശാഖ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. വൈശാഖ് ചോദ്യങ്ങൾ മുമ്പേ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടായിരുന്നു, ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട്. അതാണല്ലോ ഞാൻ സംസാരിക്കുന്നത് അല്ലേ? ആണോ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ബിഗ് ബോസിൽ പോകുന്ന നിങ്ങൾ എന്നെ വിശ്വസിക്കേ. എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു മേഖലയല്ല ബിഗ് ബോസ്. സിനൻ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ദേശായിട്ട് ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോ ഇതേപോലെ പറയണം, എന്നാലും എനിക്ക് തന്നെ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാൻ വേണ്ടിട്ട് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഞാൻ ബിഗ് ബോസ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നു. ബിഗ് ബോസ് എനിക്ക് എല്ലാം ആണ്. ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത്. ബിഗ് ബോസിനെ ഞാൻ ഇപ്പോഴും ഞാൻ തൊഴുകയാണ്. ബിഗ് ബോസ് ഇസ് എ വെരി ഗുഡ് ഷോ. ബിഗ് ബോസ് എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ ജീവിതത്തിൽ മരണം വരെ മറക്കാൻ പറ്റില്ല. ബിഗ് ബോസ് ചെയ്തത് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനുഷ്യനല്ലേ കൂട്ടാ. അപ്പൊ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. അതൊന്നും അല്ലല്ലോ. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഗെയിമൊക്കെ ഞാൻ അവിടെ കളഞ്ഞു വന്നു. ഇപ്പൊ ഞാൻ ചൊറിയനാണോ? എനിക്ക് ചൊറിയന്റെ അവാർഡ് കിട്ടി, കോമാളിയുടെ അവാർഡ് കിട്ടി, തരികിടയുടെ അവാർഡ് കിട്ടി. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ നാട് തൃശ്ശൂരാണ്, പോകുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും ചെന്നിട്ട് രതീഷ് കുമാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പറയും രതീഷ അവൻ ഇങ്ങനെയല്ല എന്ന് പറയും. എന്ന് വെച്ച് ഞാൻ ഫേക്കാണെന്ന് നിങ്ങൾ പറയരുത്. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ബോസിൽ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് തരംഗം ഉണ്ടാക്കാൻ പറ്റിയെന്ന് ആൾക്കാർ എനിക്കറിയില്ല. ഞാൻ സാധാരണക്കാരായിട്ട് പോയതാ. ഇപ്പോഴും ഞാൻ സാധാരണക്കാരായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നിങ്ങളെല്ലാരും വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളെല്ലാരും ശ്രദ്ധിച്ചു. ഞാൻ പഴം പിഴുങ്ങിയ പോലെ ഇരുന്ന എന്റെ വൈശാഖ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ഈ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കാം. നമുക്ക് ഇനി പിന്നെ സംസാരിക്കാം. ഇത്ര നേരം ഞാൻ സംസാരിച്ചു, ഇനി പിന്നെ സംസാരിക്കാം. നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിച്ചു. അതിന്റെ തെളിവാണ് നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് വന്നത്. പഴശ്ശേരി യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ, കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയും എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുവോ അതൊക്കെ വരാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകരും എന്റെ കൂടെ നിൽക്കട്ടെ. ഗെയിം കളിച്ച് മതിയായിട്ടില്ലടൂ. അവിടെ ഒരു ഫേക്ക് പ്രണയം തുടങ്ങിയായിരുന്നല്ലോ, അതൊന്ന് പൊളിക്കാൻ ആരാ പറഞ്ഞത് ഫേക്കാന്ന്? ഞാൻ പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, വൈൽഡ് കാർഡ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അത് ഫേക്കാന്ന് അറിയുന്നത്? അത് പ്രണയം ആരാ പറഞ്ഞത്? പ്രണയമായിട്ട് തോന്നി. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇടാ നിങ്ങൾ അകലെ നിന്ന് കാണുമ്പോ എനിക്കും അത് തോന്നി. ഞാൻ പറഞ്ഞു കണ്ണുണ്ടായിരിക്കാം ചിലപ്പോ. അത് പ്രണയമാണോ അല്ലെന്ന് എനിക്ക് തന്നെ അറിയില്ല. മനസ്സിലായില്ലേ? അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രണയം. ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല. കാരണം എന്റെ മൈൻഡ് ഫുള്ള് ഗെയിമാണ്. സത്യം പറയാലോ, ഗെയിം കളിച്ചും മതിയായിട്ടില്ല. ഇപ്പോഴും എനിക്ക് ത്രില്ഡാണ് ഞാൻ. എനിക്ക് ഗെയിം കളിച്ചും മതിയായിട്ടില്ല. എന്നിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ പോട്ടെ. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. എന്റെ ബിഗ് ബോസ് മുത്താണ്.
ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് ഇത്രയും എനിക്ക് സംസാരിക്കാൻ പറ്റി. വെരി താങ്ക് യു. നിങ്ങൾക്ക് ഭയങ്കര സാധനങ്ങളാണ് എന്റെ വായന. താങ്ക് യു. ഓക്കെ, താങ്ക് യു.